ഹായ് ഹലോ. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലെ ഒരു വഴുതിരിങ്ങ ചെടിയാട്ടോ ഇത്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളൊരു ചെടി വെച്ച് അത് പൂത്ത് കായ്ച്ചു വരുമ്പോൾ കാണാനായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അടുക്കളത്തോട്ടവും അതിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് വിളവെടുപ്പായിട്ട് കിട്ടിയ വഴുതിരിങ്ങയാട്ടോ ഇത്. ഞങ്ങൾക്ക് അധികം ഒന്നും കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കുരങ്ങച്ചന്മാരുടെ ശല്യമാണ്. അപ്പോൾ ഒരുവിധം മൂപ്പെത്തുന്ന സമയമാകുമ്പോഴേക്കും നമ്മളിത് പറിക്കണം കേട്ടോ. ഇത് മൂപ്പ് എത്തിയിട്ടില്ല. ഇത് നല്ല വലിപ്പമാകുന്ന വഴുതിരിങ്ങയാണ്. അവരുടെ ശല്യം കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പൊട്ടിക്കുകയാണ് കേട്ടോ. നമുക്കപ്പോൾ ഇന്ന് ഇത് വെച്ച് ഒരു അടിപൊളി തോരൻ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഉപ്പേരി, കുട്ടികൾക്കൊക്കെ സ്കൂളിലെ ചോറ് പാത്രത്തിൽ കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരി കൂടിയാണ് കേട്ടോ ഇത്. നമുക്കിതിനെ ചെറു കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണമല്ല, എന്നാൽ ഒരുപാട് വലിയ കഷ്ണമല്ല. ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കണേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഇട്ടൊന്ന് തിരുമ്മി വെച്ച് നമ്മളിതൊന്ന് പിഴിഞ്ഞ് കളയുന്നുണ്ട്. ഇനി അരപ്പിനായിട്ട് നാളികേരം, പച്ചമുളക്, ജീരകം, കറിവേപ്പില കൂടി ഒന്ന് ചതച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇനി എണ്ണയൊഴിച്ച് കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അരപ്പ് റെഡിയാക്കുന്ന സമയത്തുണ്ടല്ലോ പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ടുണ്ടല്ലോ അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാളികേരത്തിനകത്തുള്ള വെള്ളമയം പൂർണ്ണമായും പോകത്തക്ക രീതിക്ക് നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ വഴുതിരിങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരല്പം ഇടിച്ച മുളക് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാളികേരം ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തെന്ന് വെച്ചാൽ വഴുതിരിങ്ങയല്ലേ ഒന്ന് കുഴഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ കൂടി മറക്കരുത്. ഇതുപോലെയൊക്കെ നമ്മൾ ഉപ്പേരി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വഴുതിരിങ്ങ കഴിക്കാത്ത മക്കൾ പോലും കഴിച്ചു പോകും കേട്ടോ. ഇതിന് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് വഴുതിരിങ്ങയാണെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴുതിരിങ്ങ എപ്പോഴും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വറുക്കാറും കറിയിലിടാറൊക്കെ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം തിരുമ്മി വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി കളയുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞ് കളയുന്നുണ്ട്. പിഴിഞ്ഞ് കളയാതെയാണ് നമ്മൾ ഉപ്പേരി വെക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പേരി കുഴഞ്ഞിരിക്കുക ഇതുപോലെ പൊരുപൊരാന്നായിട്ട് നമുക്ക് കിട്ടില്ല, ഉതിർന്ന് കിട്ടില്ല. അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള വഴുതിരിങ്ങ വെച്ചുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിന് അപാര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുണ്ട് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കറികളുടെയും കുറേ 4 മണി പലഹാരങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ.